ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിൽ പോയതാണ്. ഇവിടെ ഒരു വെജിറ്റബിൾ ഫാം ഉണ്ട്. അപ്പോൾ അവിടെ പോയതാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു പ്ലേസ് ആണെന്നും ഈസി ആയിട്ട് നമുക്ക് ചെല്ലാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഫ്രീ എൻട്രി ആണ്. അപ്പോൾ ഇതേ അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് സൂര്യകാന്തി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെല്ലുമ്പോൾ തന്നെ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ സൂര്യകാന്തി ഫ്ലവറിന് മറ്റേത് ഫ്ലവറിനേക്കാളും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേ വെറൈറ്റി ആയിട്ട് ഇവിടെ ഒരു ആമ്പൽക്കുളം ഉണ്ട്. അമ്പലം തന്നെയല്ലേ, കുഞ്ഞ് യെല്ലോ കളറാണ് കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനത്തെ കളർ കണ്ടിട്ടില്ല. എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. കുറേ നിറയെ ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് ഫുള്ള് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ ഈ ഒരു വിൻ്റർ സീസണിൽ ഉണ്ടാവുന്ന ഫ്ലവേഴ്സൊക്കെ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ടായി, എന്നാലും അപ്പോൾ അത് കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയുള്ളൊരു കളറായിരുന്നു കേട്ടോ. ഒരു പർപ്പിളും ബ്ലൂ ഒക്കെ ചേർന്ന് മിക്സ് ആയിട്ടുള്ളൊരു ടൈപ്പ് കളർ കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നെ അതേ ഈ ഒരു പിങ്ക് കളർ അതിൻ്റെ ഉണ്ടായിരുന്നു, പൂക്കൾ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ ആയി നിൽക്കുന്നുണ്ട്. ഇനി ഇതെന്തിൻ്റെയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഇതെന്തോ ഒരു വെജിറ്റബിളിൻ്റെ പൂവാണ്, പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കൂടെ ഒരു ഫുൾ ഏരിയ മൊത്തം നമുക്കിങ്ങനെ ഫാമാണ്. അപ്പോൾ നമുക്ക് കുറേ ദൂരം നടന്ന് കാണാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോരോ പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിനെന്തോ പറയും, പോളിയോസോ അങ്ങനെ എന്തൊക്കെ പറയായിരുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഇങ്ങനെ ഇതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. പിന്നെ ഇങ്ങനെ വേസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുറേ കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ സംഭവങ്ങളുണ്ട്, കുറേ ചെടികളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ കേട്ടോ. അപ്പോൾ ഒരു ഏരിയ മൊത്തം നടന്ന് കാണാനായിട്ടുണ്ട്. ഇതെന്തുട്ടാന്ന് എനിക്കറിയില്ല, കായായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കാണാൻ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അതേ ഈ ഒരു റൗണ്ട് മൊത്തം നടക്കുമ്പോൾ ഈ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അതിങ്ങനെ പടർന്ന് കയറിയേ കാണാം. മതിൽ മൊത്തം ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ബ്രൈറ്റ് കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇങ്ങനെ ഓരോ കൊലകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ പിടിച്ചു നിന്നു. പിന്നെ അതേ ഇവിടെ ഇങ്ങനെ നമ്മൾ ഊതി കളിക്കണ ഒരു സാധനം ഉണ്ടല്ലോ, അതിന് പേരെന്താ പറയുക എനിക്കറിയില്ല. ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ തട്ടി ഇങ്ങനെ ഊതി കഴിഞ്ഞാൽ അതിങ്ങനെ പറന്നു പോകും അപ്പൂപ്പന്താടി പോലെ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി. പിന്നെ അത് ഈ ഫ്ലവറൊക്കെ പിടിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ അതൊക്കെ പിന്നെ ഇതിലുള്ളതാണല്ലോ. പിന്നെ നമ്മൾ നടന്ന് ഇങ്ങനെ കുറേ പോളി ഹൗസ് പോലെ കുറേ സംഭവങ്ങൾ, പിന്നെ ഇങ്ങനെ നെറ്റൊക്കെ ഇട്ടിട്ട് കുറേ പച്ചക്കറികൾ ഇങ്ങനെ ആക്കിയിട്ട് കുറേ ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഓരോ വെജിറ്റബിളിനും ഓരോരോ ഹൗസായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കണ്ടു. പിന്നെ പുതിന, അങ്ങനെ ക്യാരറ്റിൻ്റെ ആണ് ആ സംഭവങ്ങളൊക്കെ. അങ്ങനെ കുറേ കൃഷികൾ അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം കേട്ടോ. പിന്നെ അത് തക്കാളികൾ ഇങ്ങനെ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഇതിങ്ങനെ നൂല് കെട്ടി കൊടുത്തേക്കാണ്, അതിൻ്റെ മുകളിലേക്കാണ് നിൽക്കുന്നത്. ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. സാധാരണ നമ്മുടെ തക്കാളി തന്നെ കേട്ടോ, ചെറു ടൊമാറ്റോ അല്ല, വലിയ ടൊമാറ്റോ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. അതിൻ്റെ ഉള്ളിലൊക്കെ കാണാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാം. ഇതെല്ലാം ഓർഗാനിക്കാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. വേറെ ഒരു മരുന്നും പെസ്റ്റിസൈഡ്സും ഒന്നും അടിക്കാത്തതുകൊണ്ട് നമുക്കങ്ങനെ വാഷ് ചെയ്യാണ്ട് തന്നെ എടുത്ത് കഴിക്കാനൊക്കെ പറ്റും. ഓർഗാനിക് ഫാമാണ് കേട്ടോ അത്. അപ്പോൾ അതേ പിന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ആ ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വിൻ്റർ സീസൺ കഴിഞ്ഞ് സമ്മർ സ്റ്റാർട്ട് ആയതുകൊണ്ട് ഈ ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ചെടിയൊക്കെ നശിച്ചു പോവും. ഇനി അടുത്ത വിൻ്ററിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നെ ഇവിടെ കുറേ തണൽ മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ പൊട്ടറ്റോ കൃഷിയും ബീസിൻ്റെ തേനീച്ച കൂടും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കാൻ കുറച്ച് തണലൊക്കെ കിട്ടും നമുക്ക്. പിന്നെ ഈ സൈഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സൂര്യകാന്തി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കുറേ വിത്തൊക്കെ ശേഖരിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ. ഇനി നമുക്കതൊക്കെ ഒന്ന് പാവി വെക്കണം. പിന്നെ അതൊരു പ്രത്യേക ഭംഗിയാണ്. സൺഫ്ലവർ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്, ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് കാണുമ്പോൾ തന്നെ. നമുക്ക് എന്തോ ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കാണാനായിട്ട് കേട്ടോ. കുറച്ച് അതിൻ്റെ ഉള്ളിൽ പ്രാണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ വേണം കേട്ടോ. അങ്ങനെ അലർജീസൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ അടുത്തേക്കൊന്നും പോകണ്ട. അതിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ ആ സൈഡ് മൊത്തം മൽബറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സൈഡിലേക്ക് പോയിട്ടുണ്ടായില്ല. അപ്പോൾ അതേ എൻ്റെ ഫ്രണ്ട്സ് പറിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ മൽബറിയൊക്കെ ഉണ്ട്, നല്ല രസമാണ് കേട്ടോ അത് കാണാൻ. പിന്നെ ഈ ഒരു പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൂവ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ മാതളത്തിൻ്റെ ആണ് കേട്ടോ. നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം, ചെറിയൊരു മാതളത്തിൻ്റെ. പിന്നെ ഇവിടെ കുറച്ച് ഏരിയയിലായിട്ട് ഇങ്ങനെ കുറച്ച് മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ നല്ല രസമാണ് കാണാനായിട്ട്. കുറച്ച് ആടും കോഴിയും താറാവും പിന്നെ കുറച്ച് ഇങ്ങനെ വെറൈറ്റി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് കാണാനൊക്കെ രസമായിരിക്കും. പിന്നെ വിറ്റങ്ങളുടെ വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും കൂടുതലും. ഓർഗാനിക്കിന് ജൈവവളങ്ങളാണല്ലോ യൂസ് ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഇങ്ങനെ ആ ഒരു ഏരിയയിൽ മൊത്തം കുറച്ച് ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നടന്ന് കാണാൻ പറ്റും കേട്ടോ. ഈ ആടുകൾ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ആടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളവിടെ ഒരു മാതളത്തിൻ്റെ ചെടി കണ്ടില്ലേ, അതായത് ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ പൊമഗ്രനേറ്റ് ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല രസമാണ്.
പിന്നെ ഇവിടെ കുറച്ച് ഏരിയ അങ്ങനെ തണലുള്ളടത്ത് നമ്മളിരുന്ന് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സീറ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കോണിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നല്ല തണലുള്ള ഏരിയ ആയിരുന്നുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഇനി അടുത്ത പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു കേട്ടോ. പിന്നെ അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പച്ചക്കറി വാങ്ങാനൊക്കെ പറ്റും. അപ്പോൾ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ക്യാരറ്റൊക്കെ പറിച്ച് ഇങ്ങനെ ഓരോരുത്തർ വാങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ വിളകളിങ്ങനെ കൃഷി ചെയ്തിട്ട് അതിനുള്ള വാട്ടറിങ് സംഭവങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കുംബറിൻ്റെ ചെടിയാണ് കേട്ടോ. നല്ല കുഞ്ഞു കുഞ്ഞു കുക്കുംബറൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട് കുക്കുംബർ ചെടി. ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ആദ്യമായിട്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മുടെ നാടൻ പയറും അതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ കൃഷികളുണ്ട്. പിന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ അവിടുത്തെ ഒരു അവിടുത്തെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. ആ ചേട്ടൻ്റെ പേര് ഇത് ക്യാമമൈൽ ഇതാണെന്ന് തോന്നുന്നു. ക്യാമമൈൽ എന്ന് പറയണത് എനിക്ക് ഉറപ്പില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ ക്ഷമിക്കുക. അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ സേജ് അങ്ങനെ കുറേ വെജിറ്റബിൾസ് നമ്മൾ സലാഡിലിടുന്ന സംഭവങ്ങൾ, പിന്നെ എണ്ണയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നത്, ഓയിലിനൊക്കെ യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ റോസ്മേരി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആ ചേട്ടൻ അവിടെ നടന്ന് കാണിച്ചു തരുമായിരുന്നു. ഇത് അവർ എന്തോ പെറൂന്ന് അങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ള നമ്മുടെ 10 മണിയാണ്. ഇത് മാറ്റി നടാനുള്ളതാണ് കേട്ടോ. കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. അത് ഒരു ഇങ്ങനെ 4 ലെയറൊക്കെ വരുന്ന ടൈപ്പ് ഒരു അടിപൊളി ഭംഗിയുള്ള നല്ല വെറൈറ്റി സംഭവങ്ങളായിരുന്നു കേട്ടോ. പിന്നെ റോസ്മേരി സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം ആ ചേട്ടൻ തൃശ്ശൂർകാരനായിരുന്നുകൊണ്ട് തന്നെ ആ ചേട്ടൻ കുറേ നമ്മളോട് സംസാരിച്ച് നമുക്കിങ്ങനെ എല്ലാതും നമ്മളെ നടന്ന് ഇങ്ങനെ കാണിച്ചു തന്നു. ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കെല്ലാതും നമുക്ക് ഓരോന്നിൻ്റെയൊക്കെ ഇല പൊട്ടിച്ച് തന്നാൽ അത് സ്മെല്ല് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അത് ഇന്ന വെറൈറ്റിയാണ്, ഇന്ന കാര്യത്തിനാണ് യൂസ് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ചേട്ടൻ. എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ റോസ്മേരിയുടെ ഒരു കുഞ്ഞു തണ്ടൊക്കെ എനിക്ക് പൊട്ടിച്ച് തന്നായിരുന്നു. അപ്പോൾ ഞാനത് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. പിടിക്കുമെന്ന് അറിയില്ല. പിന്നെ അതേ ഇവിടെ ഇങ്ങനെ പെരിഞ്ചീരകമുണ്ട്, പിന്നെ ക്യാരറ്റ്, പിന്നെ നമ്മുടെ എന്താ പറയുക പുതിനയില, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ പെരിഞ്ചീരകത്തിൻ്റെ പൂവിട്ട് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, പെരിഞ്ചീരകത്തിൻ്റെ ഒക്കെ. പിന്നെ ഇവിടെ ക്യാരറ്റും പിന്നെ അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. അതേ ആ ഒരു യെല്ലോ ഫ്ലവർ കാണുന്നില്ലേ, അതൊക്കെ പെരിഞ്ചീരകത്തിൻ്റെയാണ് കേട്ടോ, ചെടിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പൊട്ടിച്ച് നമുക്ക് അതിൻ്റെയൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കാനായിട്ടാണ് തരണത്. അപ്പം നമുക്ക് ഇന്ന സാധനങ്ങളാണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ ചേട്ടൻ നടന്ന് നമുക്ക് എല്ലാതും ഈ കൃഷി രീതിയെ പറ്റിയിട്ടും പിന്നെ ഇവിടെ എങ്ങനെയാണ് വളം യൂസ് ചെയ്യണത് എന്നുള്ളതും ജൈവവളമാണെന്നുള്ളതും പിന്നെ ഓർഗാനിക്കിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തക്കാളി ഇതൊക്കെ പൊട്ടിച്ച് തരുന്നുണ്ട്. പിന്നെ ഇത് എവിടെ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തതാണ്, ഏതൊക്കെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നതാണെന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ബീറ്റ്റൂട്ടാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങാം. ബീറ്റ്റൂട്ടിൻ്റെ അതിലൊക്കെ ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. കറി വെച്ച് നോക്കിയാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ബീറ്റ്റൂട്ട് കണ്ടോ, നമുക്കിത് ഇങ്ങനെ തന്നെ ചെടിയപ്പാടെ തന്നെ പറിച്ച് വാങ്ങാം. പിന്നെ ഇവിടെ പിന്നെ ചെറി ടൊമാറ്റോ ഒക്കെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതായതുകൊണ്ട് ബാക്കിയൊക്കെ വേസ്റ്റായി പോകുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ചെറി ടൊമാറ്റോ ഒക്കെ പറിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഓർഗാനിക് ആയതുകൊണ്ട് പറയണ്ടല്ലോ. പിന്നെ കുറച്ച് ചീരയൊക്കെ വാങ്ങിയാണ്. നല്ല ഓർഗാനിക് ചീരയായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കറി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.